Good morning. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 1 മൊഡ്യൂൾ 6ലെ ലാസ്റ്റ് ടോപ്പിക്കായ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ഫോർ 3 hinged arches. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ഫോർ മൊമെന്റ് അറ്റ് എനി സെക്ഷൻ B MD പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ഫോർ നോർമൽ ത്രസ്റ്റ് അറ്റ് എനി സെക്ഷൻ B MD പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ഫോർ റേഡിയൽ ഷിയർ അറ്റ് എനി സെക്ഷൻ D QD പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മുടെ 3 hinge ആർച്ച് കൺസിഡർ ചെയ്യുക. റൈറ്റ് സൈഡിലെ ഫിഗർ ശ്രദ്ധിക്കുക. കൺസിഡർ a 3 hinge parabolic arch ABC with span L and rise H. Span L and rise H ആയിട്ടുള്ള ഒരു 3 hinge parabolic arch കൺസിഡർ ചെയ്യുക. ഈ ആർച്ചിൽ റാൻഡം ആയിട്ട് ഒരു പോയിന്റ് D കൺസിഡർ ചെയ്യുക, which is at a distance Z from left support. നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് പ്ലോട്ട് ചെയ്യാനായിട്ട് റാൻഡം ആയിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു D, which is at a distance Z from left support. സിമിലർലി ആർച്ചിന്റെ കേസിലും ബെൻഡിങ് മൊമെന്റ്, നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ ഒക്കെ പ്ലോട്ട് ചെയ്യാനായിട്ട് റാൻഡം ആയി നമ്മൾ ഒരു പോയിന്റ് D കൺസിഡർ ചെയ്യുക, which is at a distance Z from left support A. ഈ 3 hinge ആർച്ചിന് മുകളിലൂടെയാണ് നമ്മൾ ഒരു യൂണിറ്റ് ലോഡ് പാസ് ചെയ്യിക്കുന്നത്. ആ യൂണിറ്റ് ലോഡിന്റെ വേരിയസ് പൊസിഷൻസിലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, ബെൻഡിങ് മൊമെന്റ്, നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ നമ്മൾ നോട്ട് ചെയ്യും. അത് പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഓരോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രവും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H ആണ്. അതിനായിട്ട് റൈറ്റ് സൈഡിലെ ഫിഗർ കൺസിഡർ ചെയ്യുക. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ 3 hinge arch ABC with span L and rise H. Span L and rise H ആയിട്ടുള്ള ഒരു 3 hinge arch ABC കൺസിഡർ ചെയ്യുക. Hinged at springing points A, B and crown C. Okay. ഈ 3 hinge ആർച്ചിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. VA, VB and horizontal thrust H. ഈ 3 hinge ആർച്ചിന് മുകളിലൂടെയാണ് ഞാനൊരു യൂണിറ്റ് ലോഡ് പാസ് ചെയ്യിക്കുന്നത്. ഈ യൂണിറ്റ് ലോഡിന്റെ വേരിയസ് പൊസിഷൻസിലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പ്ലോട്ട് ചെയ്താണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് determine the support reactions VA and VB. For that, consider unit load is at a distance X from left support A. Unit load left support ൽ നിന്നും X distance മാറിയിട്ടാ കിടക്കുന്നതെങ്കിൽ എന്തായിരിക്കും VA VB? നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് same. VA will be equal to L minus X by L and VB is equal to X by L. Okay, in the simply supported beam support reaction calculated the same. Left support il ninnum X distance മാറിയിട്ടാണ് യൂണിറ്റ് ലോഡ് കിടക്കുന്നതെങ്കിൽ VA L minus X by L and VB is X by L. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? യൂണിറ്റ് ലോഡ് ഓരോ പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് അസ്യൂം ചെയ്യും. യൂണിറ്റ് ലോഡിന്റെ ആ പെർട്ടിക്കുലർ പൊസിഷനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് determine ചെയ്യും. Okay, so first consider the unit load is in portion AC. AC എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് കിടക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, AC-ലാ യൂണിറ്റ് ലോഡ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെയാ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H ഡിറ്റർമിൻ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ദി കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം സിഗ്മ NC is equal to 0. ഞാൻ സിയുടെ റൈറ്റ് സൈഡുള്ള ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്തത്. റൈറ്റ് സൈഡ് ആദ്യം VB and H മാത്രമേ ഉള്ളൂ. സോ H into H minus VB into L by 2 is equal to 0 എന്ന് വരും. ഇവിടെ നിന്നും ഫൈൻഡ് H, നമുക്ക് H is equal to X by 2H എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ലോഡ് AC എന്ന പോർഷനിലാണെങ്കിൽ H is equal to X by 2H. ഇനി ശ്രദ്ധിക്കുക, X AC എന്ന പോർഷനിലാണെങ്കിൽ
യൂണിറ്റ് ലോഡ് AC എന്ന പോർഷനിലാണെങ്കിൽ എക്സ് വേരീസ് ഫ്രം 0 to L/2. ഓക്കെ, അപ്പോൾ എക്സ് 0 മുതൽ L/2 വരെയാണ് വേരി ചെയ്യുന്നത്. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, എച്ചിൻ്റെ ഇക്വേഷനിൽ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് എച്ചും 0 ആയിട്ട് കിട്ടും. സിമിലർലി വെൻ എക്സ് ഇസ് ഈക്വൽ ടു L/2, എച്ച് ഇസ് ഈക്വൽ ടു L/4h. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ when x is in portion AC, h is equal to x/2h and x varies from 0 to L/2. When x is equal to 0, h is equal to 0, and when x is equal to L/2, h is equal to L/4h. Similarly, when unit load is in portion BC, unit load BC എന്ന പോർഷനിലാണെങ്കിൽ capital H is equal to L minus x/2h. ബി സി എന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് എങ്കിൽ എച്ച് എന്ന് പറയുന്നത് L minus x/2h ആയിരിക്കും. ബി സി എന്ന പോർഷനിൽ എക്സ് വേരീസ് ഫ്രം L/2 to L. So when x is equal to L/2, h is equal to L/4h. എച്ചിൻ്റെ ഇക്വേഷനിൽ എക്സിന് L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So when x is equal to L/2, h is equal to L/4h, and when x is equal to L, h is equal to 0. അപ്പോൾ യൂണിറ്റ് ലോഡിന്റെ വേരിയസ് പൊസിഷനിലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് 0 അതായത് യൂണിറ്റ് ലോഡ് എ എന്ന പൊസിഷനിലാണെങ്കിൽ നമുക്ക് കിട്ടി എച്ചും 0 ആണ്. സിമിലർലി വെൻ എക്സ് ഇസ് ഈക്വൽ ടു L/2, എക്സ് L/2 ആണ്, അതായത് സി എന്ന പോർഷനിൽ യൂണിറ്റ് ലോഡ് ആയിരിക്കുമ്പോൾ h എന്ന് പറയുന്നത് L/4h ആണ്. പ്ലോട്ട് ചെയ്യാം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു L, അതായത് യൂണിറ്റ് ലോഡ് ബി എന്ന പോർഷനിലായിരിക്കുമ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് h ഇസ് ഈക്വൽ ടു 0. സോ നമ്മൾ റാൻഡം ആയിട്ട് 3 പോയിന്റ്സിലെയും ഹൊറിസോണ്ടൽ ത്രസ്റ്റ് പ്ലോട്ട് ചെയ്തല്ലോ. ഇനി ഇത് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കാം. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ horizontal thrust clear ആയോ? So next നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ബി MD. നമുക്കറിയാം ആർച്ചിന്റെ കേസിൽ ഏതൊരു പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ബി മൊമെന്റ് മൈനസ് HY ആണ്. ഓക്കെ, ആർച്ചിന്റെ കേസിൽ ഏതൊരു സെക്ഷനിലെയും ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ബി മൊമെന്റിന്റെയും HYയുടെയും ഡിഫറൻസ് ആണ്. സോ അതാണ് ഞാനിവിടെ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു ബി മൊമെന്റ് അറ്റ് ഡി മൈനസ് HYD. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ബി എന്തായിരിക്കും? ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബി മൊമെന്റ് അറ്റ് ബി മൈനസ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ HYD അല്ലേ? ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബി മൊമെന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ അറിയാം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ H നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ബി പ്ലോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് റൈറ്റ് സൈഡിലെ ഫിഗർ ശ്രദ്ധിക്കുക. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 hinge ആർച്ച് കൺസിഡർ ചെയ്യുക. ABC, സ്പാൻ L ആണ്, റൈസ് H ആണ്. ഈ ആർച്ചിൽ റാൻഡം ആയി ഞാനൊരു പോയിന്റ് D കൺസിഡർ ചെയ്യുക, which is at a distance Z from A and vertical distance YD. ഓക്കെ, ഈ ആർച്ചിന് മുകളിലൂടെ ഞാനൊരു പോയിന്റ് ലോഡ് മൂവ് ചെയ്യുകയാണ്, യൂണിറ്റ് പോയിന്റ് ലോഡ് മൂവ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ബി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബി മൊമെന്റ് മൈനസ് HY ആണ്. ഡി എന്ന പോയിന്റിലെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബി മൊമെന്റ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം. ഡി എന്ന പോയിന്റിൽ യൂണിറ്റ് ലോഡ് ആയിരിക്കുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. വാല്യൂ എന്ന് പറയുന്നത് Z/L into L minus Z. For a simply supported beam, influence line diagram for bending moment at any section D plot ചെയ്ത് same. ക്ലിയർ ആയോ? അപ്പോൾ ഡിയിൽ യൂണിറ്റ് ലോഡ് ആയിരിക്കുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. വാല്യൂ എന്ന് പറയുന്നത് Z/L into L minus Z. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബി മൊമെന്റ് അറ്റ് ടി നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ അറിയാം. എയിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് 0 ആണ്, ബിയിൽ 0 ആണ്.
സിയിലാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് മാക്സിമം L/4H. നമുക്ക് വേണ്ടത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ HYD ആണ്. നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H അറിയാം, ഇൻറ്റു YD കൂടെ ചെയ്താൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ HYD ആവില്ലേ? സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ HYD ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് സിയിലാണ്. മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വാല്യൂ L/4H ആണ്. പക്ഷെ നമുക്കിവിടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ HYD ആണ് വേണ്ടത്. സോ മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് L/4H ഇൻറ്റു YD. നമുക്ക് HYDയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആണ് വേണ്ടത്. സോ L/4H ഇൻറ്റു YD. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ HYD പ്ലോട്ട് ചെയ്തില്ലേ? ഇനി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് എനി സെക്ഷൻ D എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബീം മൊമെന്റിന്റെയും ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ HYയുടെയും ഡിഫറൻസ് ആണ്. സോ ആ ഡിഫറൻസ് ആണ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ ആണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ D എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ലൈഡ് ചെയ്തേക്കുന്ന പോർഷൻ ആണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ എനി സെക്ഷൻ D എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ നോർമൽ ത്രസ്റ്റ് അറ്റ് എനി സെക്ഷൻ D ND ആണ്. ഓക്കെ, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ നോർമൽ ത്രസ്റ്റ് അറ്റ് എനി സെക്ഷൻ D ND ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. നോർമൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ND is equal to VD sin theta plus H cos theta, where VD is the beam vertical shear at any section and H is the horizontal thrust. ശ്രദ്ധിക്കുക, ND is equal to VD sin theta plus H cos theta ആണ്. ഇതിൽ VD എന്ന് പറയുന്നത് beam vertical shear ആണ്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ vertical shear at any section D പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയറിന്റെയും ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെയും സം ആയിരിക്കില്ലേ? സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ V sin theta പ്ലോട്ട് ചെയ്യുക. ഓൾറെഡി നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കാനായിട്ട് അറിയാം. സെക്ഷനിൽ യൂണിറ്റ് ലോഡ് ആയിരിക്കുമ്പോൾ നെഗറ്റീവ് മാക്സിമം ഷിയർ ഫോഴ്സ് Z/L, പോസിറ്റീവ് മാക്സിമം ഷിയർ ഫോഴ്സ് L - Z/L. നമുക്ക് വേണ്ടത് VD sin theta ആണ്. സോ മാക്സിമം ഓർഡിനേറ്റ്സിന്റെ കൂടെ sin theta കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സിമിലർലി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ H cos theta, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് അറിയാം. മാക്സിമം ഓർഡിനേറ്റ് സിയിലാണ് L/4H. നമുക്ക് വേണ്ടത് H cos thetaയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആണ്. സോ L/4H ഇൻറ്റു cos theta. ഓക്കെ, ഇനി ഈ രണ്ട് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിന്റെയും സം ആണ് നമ്മുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ നോർമൽ ത്രസ്റ്റ്. അതാണ് ഞാൻ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഫിഗറിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ VD sin theta റിവേഴ്സ് ആയിട്ടാണ് വരച്ചേക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ സം ആണ് ചെയ്യുന്നത്. ഡിഫറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ സെയിം വരയ്ക്കായിരുന്നു, പക്ഷെ നമ്മൾ സം ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് VD sin thetaയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം തിരിച്ച് വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ND. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അറിയാമെങ്കിൽ നമുക്ക് ഈസിലി പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റേഡിയൽ ഷിയർ ആണ്. QD കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. VD cos theta minus H sin theta. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ VD എന്ന് പറയുന്നത് ബീം വെർട്ടിക്കൽ ഷിയർ ആണ്, H ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ QD എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ VD cos theta minus ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ H sin theta ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ഫിഗർ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ VD cos theta. നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കാനായിട്ട് അറിയാം. മാക്സിമം നെഗറ്റീവ് ഓർഡിനേറ്റ് Z/L ആണ്, പോസിറ്റീവ് ഓർഡിനേറ്റ് L - Z/L ആണ്. നമുക്ക് VD cos theta ആണ് വേണ്ടത്. സോ ഓർഡിനേറ്റ്സിന്റെ കൂടെ cos theta മൾട്ടിപ്ലൈ ചെയ്യുക.
സിമിലർലി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ എച്ച് സൈൻ തീറ്റ പ്ലോട്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ കാണുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ക്യു ഡി ആണ്. വി ഡി കോസ് തീറ്റയുടെ എച്ച് സൈൻ തീറ്റയുടെ ഡിഫറൻസ് ആയതുകൊണ്ടാണ് വി ഡി കോസ് തീറ്റ സെയിം ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം തന്നെ വരച്ചത്. ശ്രദ്ധിക്കുക, to get the sum of two diagrams, one diagram should be drawn in reverse direction. രണ്ട് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിന്റെ സം ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം നമ്മൾ റിവേഴ്സ് ഓർഡറിൽ വരയ്ക്കണം. അതാണ് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നോർമൽ ത്രസ്റ്റിന്റെ ഇക്വേഷൻ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ വി ഡി സൈൻ തീറ്റ റിവേഴ്സിൽ വരച്ചത്. ഇവിടെ ഡിഫറൻസ് ആയതുകൊണ്ടാണ് ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരേ സൈഡിൽ വരച്ചത്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റേഡിയൽ ഷിയർ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഈ ഡയഗ്രാം അറിയാമെങ്കിൽ ഏത് ലോഡ് കേസിനും കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയൽ ഷിയർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.